ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഇടിയൻ ചക്ക കൊണ്ട് തോരൻ ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. ഒരു ഇടത്തരം വലിയൊരു ചക്കയാണ് കേട്ടോ കിട്ടിയേക്കണത്. അപ്പോൾ ഇത് തൊലി ചെത്തി ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കൊണ്ടുവരാം കേട്ടോ. ആദ്യം ഇതേപോലെ കഷ്ണങ്ങളാക്കിയിട്ടാണ് കേട്ടോ എടുത്തേക്കണത്. കഴുകി വൃത്തിയാക്കി കൊണ്ടുവച്ചേക്കുന്നതാണ്. ചെറുതാക്കി അരിയൊന്നും വേണ്ട, ഇത്രയ്ക്ക് പോന്നുള്ള കഷ്ണമാക്കിയാൽ മതി. ഇനി നമുക്കിത് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അതിന് കുക്കറിൽ ഇട്ട് വെച്ച് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒരു 3 വിസിലടുപ്പിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോഴേക്കും വേവും, നന്നായി വേവും പെട്ടെന്ന്. ഇനി ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് അടച്ച് ഒന്ന് ഗ്യാസ് വയ്ക്കാം കേട്ടോ. മൂന്ന് വിസിലടിച്ചാൽ മതി കേട്ടോ. 3 വിസിലടിച്ചെടുത്തേക്കണ്ട. ഇനി ഇത് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ചതച്ചെടുക്കണം കേട്ടോ. അത് ഒരു ഈ പാത്രത്തിലിട്ടിട്ട് ചെറിയ അമ്മിക്കുഴയുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ ചതച്ചെടുക്കണേ. എന്ന് ഞങ്ങളിങ്ങനെ ചതയ്ക്കാനൊക്കെ ഉപയോഗിക്കുന്ന ചെറിയ അമ്മിക്കുഴയാണ്. അപ്പോൾ അതെല്ലാം ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കണം. കഷ്ണങ്ങളൊന്നും ഇല്ലാണ്ട് ചതയ്ക്കുക. ചതച്ചെടുത്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ അത്. ഇനി നമുക്കിതിലേക്ക് ചേർക്കാൻ ഉള്ളത് തേങ്ങ ചിരകിയത് വേണം കേട്ടോ. അധികമൊന്നും എടുത്തിട്ടില്ല, കുറച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ തേങ്ങ. പിന്നെ കുറച്ച് ചുവന്നുള്ളി, ചെറിയ ഉള്ളി കേട്ടോ. പിന്നെ കുറച്ച് വെളുത്തുള്ളി, അത് രണ്ടും കൂടി ചതച്ച് വെച്ചേക്കുന്നതാണ് ഇത്. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ ഉഴുന്നും പരിപ്പാണ് കേട്ടോ. അത് ചതച്ച് വെച്ചിട്ടുണ്ട്. അധികം പൊടിഞ്ഞു പോകരുത് കേട്ടോ, ഒന്ന് ചതച്ചെടുത്താൽ മതി. പിന്നെ 3 വറ്റൽമുളക് ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇനി ഇത് വെക്കാനായിട്ട് ഒരു ചീഞ്ചട്ടി ഗ്യാസ് വെച്ചിട്ടുണ്ട് കേട്ടോ. ചീഞ്ചട്ടി ചൂടായി വരുമ്പോൾ നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഞാൻ ആദ്യം ഉള്ളിയാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. ആദ്യം കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കണം കേട്ടോ. അത് ഞാൻ മറന്നുപോയി. ഇതിൻ്റെ ഒപ്പം ഇട്ടാലും പൊട്ടി കിട്ടും, എന്നാലും ചിലപ്പോൾ പൊട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും കടുക്. അത് കാരണം ആദ്യം കടുക് ഇടേണ്ടതായിരുന്നു, പെട്ടെന്ന് മറന്നുപോയി. ഈ കടുക് പൊട്ടി ഉള്ളി ഒന്ന് ചുവന്ന് വരുന്ന വരെ ഒന്ന് ഇളക്കി കൊണ്ട് നിൽക്കണം കേട്ടോ. അതൊന്ന് ബ്രൗൺ നിറായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് വറ്റൽമുളകും ഉഴുന്നും പരിപ്പും ഇട്ട് കൊടുക്കണം കേട്ടോ. ഉഴുന്നും പരിപ്പും ഒന്ന് ബ്രൗൺ നിറായി വരണ വരെ ഇളക്കിയും കൊണ്ട് നിൽക്കുക. കരിഞ്ഞു പോകരുത് കേട്ടോ. ഗ്യാസ് സിമ്മിൽ കത്തിച്ചാൽ മതി. ഇനി ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ. മഞ്ഞൾപ്പൊടി നമ്മൾ കുക്കറിൽ കഷ്ണം ഇട്ടപ്പോൾ ഇട്ട് കൊടുത്തതാണല്ലോ.
ഇനി ആവശ്യമില്ല, ഉപ്പും ഇടേണ്ട ആവശ്യമില്ല, കുറവുണ്ടെങ്കിൽ മാത്രമേ ഇടണ്ടോ. ഇനി നമുക്കതിലേക്ക് ആ തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കണം കേട്ടോ. അതൊരു 1 മിനിറ്റ് നേരം ഒന്ന് ഇളക്കി കൊണ്ട് നിൽക്കണം, വല്ലാണ്ട് കരിഞ്ഞു പോകരുത് കേട്ടോ. 1 മിനിറ്റ് നേരം ഒന്ന് ഇളക്കി കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഇടിയൻ ചക്ക ഉടച്ച് വച്ചേക്കണത് നമുക്ക് അതിലൊന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായി ഇളക്കി മിക്സ് ചെയ്യുക. അത് നന്നായി ഇളക്കി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്യാസ് ഓഫാക്കി വയ്ക്കാം കേട്ടോ, പിന്നെ കത്തിക്കണ്ട. അപ്പോൾ ഇടിയൻ ചക്ക തോരൻ റെഡിയായി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാം കേട്ടോ.